നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്കും അതെ, ഉറങ്ങാൻ പറ്റുന്നില്ല. എന്താണെന്നറിയില്ല, ഇന്ന് താൻ പഠിപ്പിച്ച ഒരു മന്ത്രങ്ങളും സൂത്രങ്ങളും ഫലിക്കുന്നില്ല. താനൊന്നും മിണ്ടാത്തതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. തന്നെ മൂഡ് ഓഫ് ആക്കിയത് ഞാനാ. അതുകൊണ്ട് തന്നെ അതിന് പരിഹാരം ഞാൻ തന്നെ കാണാൻ പോവാ. താൻ എണീക്ക്. എണീക്കണം, നമുക്കൊരു ചായ കുടിക്കാം. ചായ ഞാനിട്ട് തരാം. നിക്ക്. താനിടുന്ന ചായ എനിക്കും വേണ്ട, തനിക്കും വേണ്ട. നമുക്ക് കൃഷ്ണൻകുട്ടി ചേട്ടൻ ചായ ഇട്ട് തരും. നല്ല ഒന്നാം തരം മസാല ചായ. വാ പോവാം. എവിടേക്ക്? കൃഷ്ണൻകുട്ടി ചേട്ടന്റെ ചായക്കടയിലേക്ക്. ഇപ്പോഴോ? പിന്നെപ്പോഴാ? താൻ വാ. സച്ചേട്ടാ, അത് വേണ്ട, എനിക്ക് ചായ ഒന്നും വേണ്ട. എന്നാലേ എനിക്ക് വേണം. എന്നാ സച്ചേട്ടൻ പോയിട്ടോ. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നില്ല. അർച്ചനയും എന്റെ കൂടെ വരണം. സച്ചേട്ടാ, അത് നമ്മളിപ്പോ പുറത്തു പോയാ വീട്ടിലുള്ളവരൊക്കെ ചോദിക്കുമ്പോ എന്തു പറയും? ചായ കുടിക്കാൻ പോയിന്ന് പറയണം. എന്നാലും എല്ലാരും ഇപ്പൊ ഉറക്കമായി കാണും. എന്നാ ഒരു കാര്യം ചെയ്യാം, അച്ഛനെയും സന്ദീപിനെയും അവന്തികടത്തെയും എല്ലാരും ഉറക്കത്തിൽ വിളിച്ചുണർത്തി കുടുംബത്തോടെ ഒരു ഘോഷയാത്രയായിട്ട് പോവാം. ഒരു ചായ കുടിക്കാൻ. എന്താ? കൂടുതൽ സംസാരിച്ചു നിന്നാലേ കൃഷ്ണൻകുട്ടി ചേട്ടൻ കടയടിച്ചിട്ട് പോവും. വേഗം വാ പോ. വണ്ടിയുടെ കീ. നമ്മളെ വണ്ടിയിലല്ല പോകുന്നേ. പിന്നെ അതൊക്കെ പറയാം. ആദ്യം നമ്മൾ ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നു. റൂം പുറത്തുനിന്ന് പൂട്ടുന്നു. ആരും അറിയാതെ, ആരോടും പറയാതെ നമ്മൾ യാത്ര തുടങ്ങുന്നു. ഒരു യമണ്ടൻ സാഹസിക യാത്ര. വാ. ശബ്ദം ഉണ്ടാക്കല്ലേ, ആരും അറിയണ്ട. നോക്കിക്ക. വാ. സച്ചേട്ടാ, ചെരുപ്പിട്ടില്ല. ഓ, അതെ സച്ചേട്ടാ, സെക്യൂരിറ്റി ഇല്ലേ? ഞാൻ നോക്കട്ടെ. അയാള് സെക്യൂരിറ്റി റൂമിൽ കാണും. സെക്യൂരിറ്റി ഡ്യൂട്ടിയിലാ. നല്ല ഒന്നാം തരമായി കൂർക്കം വലിച്ചുറങ്ങുക. കൂർക്കം വലിച്ചുറങ്ങുന്നോ? കൊള്ളാലോ, ഇതിനാണ് ശമ്പളം കൊടുക്കുന്നത്. വരട്ടെ, ഞാൻ പിന്നെ കൊടുത്തോളാം. കുഴിമടിയനാ, നല്ല പോലെ ഒന്ന് ഫയർ ചെയ്യണം. വേണ്ട സച്ചേട്ടാ, പാവല്ലേ, വിട്ടേക്ക്. എന്നാ താൻ വാ. എന്താ? കണ്ടില്ലേ, ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നേ. റിമോട്ട് വേണം തുറക്കണമെങ്കിൽ. എവിടെയാ റിമോട്ട്? അത് സെക്യൂരിറ്റിയുടെ കയ്യിലാവും. എന്നാ വാ, നമുക്ക് ചോദിക്കാം. ആരോട്? സെക്യൂരിറ്റിയോട്. താൻ എന്ത് മണ്ടത്തരായി പറയുന്നേ? അതിനാണോ ആരും അറിയാൻ നമ്മൾ ഒളിച്ചു വന്നേ? ഞാനത് മറന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു വഴിയുണ്ട്. എന്ത് വഴി?
സച്ചേട്ടാ എന്ത് ചെയ്യാൻ പോവാ? നമ്മള് മതില് ചാടിക്കിടക്കുന്നു. മതില് ചാടാനോ? നമ്മുടെ വീടിന്റെ മതില് നമ്മൾ എന്തിനാ ചാടുന്നേ? ഉഫ്, എന്നാ താൻ ചെന്ന് സെക്യൂരിറ്റി വിളിച്ചുണർത്തി കൊണ്ടുവന്ന് അയാളോട് ഗേറ്റ് തുറന്നുതരാൻ പറ. എന്നിട്ട് നീട്ടി ഒരു സല്യൂട്ടും കൂടെ അടിക്കാൻ പറ. ഉഫ്, കഷ്ടം തന്നെ. വേഗം കേറ്. സച്ചേട്ടൻ ഞാൻ എങ്ങനെ ഇത് ആരെങ്കിലും കണ്ടാലോ? മര്യാദക്ക് കേറാൻ നോക്ക്. ആരും കാണാൻ പോകുന്നില്ല. അതെ, ഇങ്ങനെ മതിലൊക്കെ ചാടിപ്പോയി കുടിക്കുന്ന ചായയുടെ സുഖം ഒന്ന് വേറെ തന്നെയാ. എന്നാലേ കുടിക്കുന്ന ചായക്ക് ഒരു ത്രില്ലുള്ളൂ. എന്നാലും ഇത്രയും വലിയ മതിൽ ഞാൻ എങ്ങനെ ചാടാനാ? അതിനെ പണ്ട് മതില് ചാടി ശീലിക്കണമായിരുന്നു. ഇങ്ങനൊരു വലിയ മതിൽ ചാട്ടക്കാരന്റെ കൂടെ മതിൽ ചാടേണ്ടി വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ശീലിക്കായിരുന്നു. ഓ, തമാശ. ഉരുളയ്ക്ക് ഉപ്പേര് പോലെ മറുപടിക്കൊന്നും കുറവില്ല. താനൊരു കാര്യം ചെയ്യ്, ഞാനിവിടെ കുനിഞ്ഞിരിക്കാം. എന്റെ മുതുകിൽ ചവിട്ടി താൻ കയറണം. അത് കഴിഞ്ഞ് ഞാൻ കയറാം. കേൾക്കോ? ഈശ്വരാ, ഭഗവാനെ പൊറുക്കണേ. താൻ എന്ത് ചെയ്യാ? ഞാനൊന്ന് പ്രാർത്ഥിച്ചതാ. ഉഫ്, എന്തിന്? പുറത്ത് ചവിട്ടി കയറണ്ടേ? ദോഷം അത്. ശ്ശേ, ഒന്ന് കേറുന്നുണ്ടോ? കൃഷ്ണൻകുട്ടി ചേട്ടന്റെ കടയടച്ചു പോവും. കേറ്. രക്ഷപ്പെട്ടു. എന്റെ സച്ചേട്ടാ, ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഇത്രയും വലിയൊരു മതിലെടുത്ത് ചാടുന്നു. ഇനി ഇവിടെ ഒന്ന് വർത്താനം പറഞ്ഞോണ്ടെന്ന് ശരിയാവില്ല. താൻ വാ. ചെരുപ്പ്. വാ. ഈ വഴിയൊന്നും ഞാൻ വന്നിട്ടേ ഇല്ല. അതിന് വീടിന് പുറത്തിറങ്ങാറില്ലല്ലോ. പുറത്ത് കൊണ്ടുപോകാത്തോണ്ടല്ലേ? ആ, അതുകൊണ്ടല്ലേ ഇപ്പൊ കൊണ്ടുവന്നത്. ശരി സാർ. രാത്രിയുടെ ഭംഗി അത് ഇറങ്ങി ആസ്വദിച്ചാലേ മനസ്സിലാവൂ, അല്ലേ അച്ചു? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.